अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे। ओम व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് മഹാഭാരതമാണ് നമ്മൾ കേട്ടുകൊണ്ട് ഇരിക്കുന്നത്. അതില് സർപ്പസത്രം എന്ന് പറയുന്ന ഭാഗമാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. 3-4 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ സർപ്പസത്രത്തെ ഇവിടെ മനസ്സിലാക്കുക. ഹലാഹല വിഷജ്വാലയില്, ആ വിഷജ്വാലയില് നിശാപത്താല് തൻ്റെ പിതാവ് കാലവശനായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയാണ് ജനമേജയദേവൻ മനസ്സിലാക്കിയതെന്ന് ശൗനകന് സംശയമുണ്ടായി. അത് സൂതനോട് ചോദിക്കുന്നു. കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സൂതൻ അതിലേക്ക് പ്രവേശിക്കുന്നു. നേരത്തെ ഉദങ്കൻ പറഞ്ഞിട്ട് ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ജനമേജയൻ പിന്നീട് തൻ്റെ അമാത്യന്മാരെ, മന്ത്രിമാരെ വിളിച്ച് മുമ്പിൽ വരുത്തിയിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ താതനുണ്ടായ വൃത്താന്തങ്ങളൊക്കെ എന്നോട് നിങ്ങൾ മുഴുവനായിട്ട് പറയണം. അത് കേട്ട് മന്ത്രിമാര് പറഞ്ഞു, അങ്ങയുടെ പിതാവിൻ്റെ ഗുണത്തെ ചൊല്ലുവാനായിട്ട് അനന്തന് പോലും, ആയിരനാവുള്ള അനന്തന് പോലും ആവില്ല. അപ്പോൾ പിന്നെ അന്യരായിരിക്കുന്നവരെങ്ങനെയാണ് അതിനെ പറ്റിയിട്ട് പറയുക? അങ്ങയുടെ ആ പിതാവിന് ഇന്ദ്രാദി ദിക്പാലകന്മാരുടെ സർവഗുണങ്ങളും ഉണ്ടായിരുന്നു എന്നാണ്. ശ്രീരാമന് സമനായിരുന്നു അദ്ദേഹം. ഈ ഭൂമിയെ പാലിച്ച വിധം ആലോചിച്ചു കഴിഞ്ഞാൽ ശ്രീരാമന് സമനായിരുന്നു എന്നാണ്. ആ പരീക്ഷിത്ത് ഈ ഭൂമിയെ വളരെ നല്ല രീതിയിൽ പരിപാലനമൊക്കെ ചെയ്തു. ധർമ്മസ്ഥിതിയെ വേണ്ട രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പരിപാലനം ചെയ്തു. കലിയെ പോലും തൻ്റെ ചൊൽപ്പടിയിൽ നിർത്തി. പിന്നെ ആരാണ് അദ്ദേഹത്തിന് വൈരികളായിട്ട്, ശത്രുക്കളായിട്ട് ഉള്ളത്? ഈ ഭൂമി ഏകാതപത്രയായിട്ട് വന്നുവെന്ന, അതായത് ഒരു ഒറ്റ കുടയുടെ കീഴില്, പെൺകൊറ്റക്കുടയുടെ കീഴില് ഈ ഭൂമി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ ദിക്കിനെയും ജയിച്ചുകൊണ്ട് ഈ ഭൂമിയെ മുഴുവൻ പരീക്ഷിത്ത് അടക്കി ഭരിച്ചു എന്ന് ചുരുക്കം. ഏകാന്ത സൗഖ്യം കലരുന്നത് ലക്ഷ്മി ദേവി പോലും അദ്ദേഹത്തിൻ്റെ അധീനതയിലായി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സർവ ഐശ്വര്യവും ഇദ്ദേഹത്തിന് സംജാതമായിട്ട് വന്നു.
അങ്ങനെ വളരെ ഭംഗിയായിട്ട് കഴിയുന്ന അവസരത്തിലാണ് 60 വയസ്സൊക്കെ ആയ സമയത്ത് ഒരിക്കൽ ഇദ്ദേഹം പള്ളിവേട്ടയ്ക്കായിട്ട് നായാട്ടിനൊക്കെ ആയിട്ട് ഇറങ്ങി. അന്ന് വിശപ്പും ദാഹവും ഒക്കെ കൊണ്ട് വലഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ബുദ്ധിക്കും ഒരല്പം ഭ്രമം സംഭവിച്ചു, വികല്പം വന്നു ഭവിച്ചു. അങ്ങനെ ശൃംഗിയുടെ ശാപം ഇദ്ദേഹത്തിന്റെ മേല് വന്നു ഭവിക്കാനൊക്കെ ആയിട്ട് ഇടയായി. തക്ഷകന്റെ ദംശനം മാറ്റാൻ പറ്റാതെ വരികയും ചെയ്തു. പിന്നീടുണ്ടായ വൃത്താന്തങ്ങളൊക്കെ അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. തന്ത്രിമാരുടെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഉടൻ തന്നെ വൈരാഗ്യ ബുദ്ധിയോടുകൂടിയിട്ട് ജനമേജയൻ സർപ്പസത്രം ആരംഭിക്കുന്നു എന്ന്. ദുഷ്ടനായ ആ തക്ഷകനോട് പകരം വീട്ടണമെന്ന ചിന്തയിലാണ് സർപ്പസത്രത്തിലേക്ക് ജനമേജയൻ കടക്കുന്നത് എന്ന്. ശൃംഗിയെ നിമിത്തമാക്കിക്കൊണ്ട് തക്ഷകൻ തൻ്റെ പിതാവിനെ ദംശിച്ചു കൊന്നു. ഇതാണ് ജനമേജയന്റെ മനസ്സിലെ ചിന്ത എന്ന്. കാരണം രക്ഷിക്കാനായിട്ട് പുറപ്പെട്ടു വന്ന കശ്യപൻ എന്ന് പറയുന്ന ആ ബ്രാഹ്മണനെ തിരികെ അയച്ചു തക്ഷകൻ എന്നാണ്. അപ്പൊ അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ആ ക്രൂരതയുടെ കാഠിന്യം എത്രയാണ് എന്ന് ജനമേജയൻ ചിന്തിക്കുന്നത് എന്ന്. ആ ബ്രാഹ്മണൻ എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പരീക്ഷിത്ത് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ജീവനെ എടുക്കുവാനായിട്ട് കശ്യപ ബ്രാഹ്മണന് ധനമൊക്കെ നൽകി തക്ഷകൻ പറഞ്ഞയച്ചു. അപ്പൊ അതുകൊണ്ട് ഉടൻ തന്നെ സർപ്പസത്രം നടത്തണം, അതില് തക്ഷകനോട് പ്രതികാരം ചെയ്യണം എന്ന് ചിന്തിച്ചു ജനമേജയൻ. അതിനായിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നു. വേണ്ട ഉപായങ്ങളൊക്കെ അവിടെ ഉദങ്കൻ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു എന്ന്. വേഗം തന്നെ സർപ്പസത്ര ആരംഭ മുഹൂർത്തത്തിലേക്ക് കടന്നപ്പോൾ വിധിപ്രകാരം അതിൻ്റെ ആ സത്രഭൂമിയൊക്കെ അളന്ന് ശാസ്ത്രപ്രോക്തമായിരിക്കുന്ന രീതിയിൽ വേണ്ടുന്ന ഒരു സത്രശാല അദ്ദേഹം പണി കഴിപ്പിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അനേകം വിപ്രശ്രേഷ്ഠരും ഋത്വിക്കുകളും ഒക്കെ അവിടെ എത്തിച്ചേർന്നു ആ സത്രത്തിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ആ സമയത്ത് തച്ചുശാസ്ത്ര വിധിപ്രകാരമുള്ള ശില്പശാല ആ പണിയുന്ന സമയത്ത്, ശില്പിയെ കൊണ്ടുവന്ന് ആ ശാല പണിയിക്കുന്ന സമയത്ത് ചില ലക്ഷണങ്ങളൊക്കെ വച്ചിട്ട് ആ പെരുന്തച്ചൻ അവിടെ ഒരു കാര്യം പറയുകയുണ്ടായി എന്ന്. ദേശകാല യോഗത്താൽ ചിന്തിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ മൂലം, എങ്ങനെയുള്ള ബ്രാഹ്മണൻ? അഗ്നിസമാനനായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ മൂലം ഇതിന് വിഘ്നം ഉണ്ടാകും എന്നാണ് കാണുന്നത്. ആ ലക്ഷണത്തെ അദ്ദേഹം അവിടെ പറയുകയുണ്ടായി എന്ന്. ഇത് കേട്ട രാജാവ് കാവൽക്കാരോട് താനറിയാതെ മറ്റാരും യാഗശാലയിലേക്ക് പ്രവേശിക്കരുത് എന്ന് ഒരു നിർദ്ദേശമൊക്കെ നൽകി സർപ്പസത്രം ആരംഭിക്കാൻ തുടങ്ങിയെന്ന്. വേണ്ടുന്ന സംഭാരമൊക്കെ സംഭരിച്ചു വെച്ചു. ധാത്രീസുരന്മാര് ആ ബ്രാഹ്മണര് ഒക്കെ വന്നു ചേർന്നു. ഉപകരണങ്ങൾ, അതിനായിട്ടുള്ള ദ്രവ്യങ്ങളും സാധന സാമഗ്രികളും ഒക്കെ വന്നു. നീല വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ബ്രാഹ്മണര് വേദങ്ങളൊക്കെ ജപിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. വൈദിക ക്രിയകൾ ആരംഭിച്ചു. ഭൂലോകത്തില് ആ പുക കൊണ്ട് എല്ലാ ഭാഗവും നിറയുകയുണ്ടായി എന്ന്. ഹോമമൊക്കെ ചെയ്യുന്ന ആൾക്കാര് പ്രവേശിച്ച് ഹോമാദികളുമൊക്കെ ആരംഭിച്ചു എന്ന്. അപ്പൊ ആ സമയത്ത് പല പ്രകാരത്തിലുള്ള സർപ്പങ്ങൾ വന്ന് അഗ്നിയിലേക്ക് പതിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി എന്ന്. സർപ്പങ്ങളുടെ ഉള്ളൊക്കെ പിടഞ്ഞു. കൂട്ടം കൂട്ടമായിട്ട് ആമഗ്നരായിരിക്കുന്ന നാഗങ്ങൾ ഹോമാഗ്നിയിലേക്ക് അവിടെ ആവാഹിക്കപ്പെട്ടു. പിടഞ്ഞും നിലവിളിച്ചും പൊരിഞ്ഞും ചീറ്റിയും തലവാലുകളൊക്കെ പിണഞ്ഞും വന്ന നാഗങ്ങൾ അഗ്നിയിൽ വെന്ത് എരിഞ്ഞു. വെള്ളയും കറുപ്പും നീലയും നിറങ്ങളിലുള്ള നാഗങ്ങൾ, അതിൽ തന്നെ വൃദ്ധന്മാരോ കുട്ടികളോ ശിശുക്കളോ ഇങ്ങനെ പലതരത്തിലുള്ള നാഗങ്ങളെല്ലാം വന്ന് തീയിൽ വെന്ത് ഒടുങ്ങി എന്ന എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ട് അവിടെ അതിനെയൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ആ ശബ്ദകോലാഹലത്തെ വാതാശന കുലഹാഹാനിനാദവും വാദസഹേതി ഹുഹുനിനാദവും വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. സർപ്പകുലത്തിന്റെ ആ വീഴ്ചയില്
ഉണ്ടാകുന്ന ശബ്ദങ്ങള്, അഗ്നിയുടെ ജ്വാല നല്ലതുപോലെ ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ട്, അതോടൊപ്പം ഹവിസ് ഹോമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം. ഇങ്ങനെ പല പ്രകാരത്തിലുള്ള ആ ശബ്ദങ്ങളൊക്കെ യാഗശാലയിൽ നിന്ന് ഉയരുവാനൊക്കെ ആയിട്ട് തുടങ്ങിയെന്ന്. ജനമേജയനെ സ്തുതിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ അവിടെ സ്തുതിഗീതങ്ങളൊക്കെ ആരംഭിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. വാദ്യഘോഷങ്ങള് അവിടെ മുഴങ്ങിക്കേട്ടു. ലോകമാകെ ഇളകി മറിയാനൊക്കെ ആയിട്ട് തുടങ്ങിയെന്ന, ജലമൊക്കെ സമുദ്രങ്ങളൊക്കെ ഇളകി മറിയാനൊക്കെ ആയിട്ട് തുടങ്ങി. എന്തെന്നറിയാതെ ഇടിവെട്ടി മുഴക്കങ്ങൾ ഒക്കെ ആരംഭിച്ചു. പർവ്വതങ്ങളൊക്കെ കുലുങ്ങാനൊക്കെ ആയിട്ട് തുടങ്ങി. സ്മിഹികാസൂനു അല്ലെങ്കിൽ രാഹു വെന്ത് വരളാനൊക്കെ ആയിട്ട് തുടങ്ങി. സ്വർഗനിവാസികളുടെ കണ്ണൊക്കെ ആകെ കലങ്ങി തുടങ്ങി. ദിഗ്ഗജങ്ങള് ഭയത്തോടു കൂടി ഇരുന്ന് അടുക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. പലരും ഭഗവാനെ വിളിച്ച് കേഴാനൊക്കെ ആയിട്ട് തുടങ്ങി. ഭയമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈശ്വരന്മാരെ വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ ഭഗവാനെ വിളിച്ച് കരയാനൊക്കെ ആയിട്ട് തുടങ്ങി. സാക്ഷാൽ മഹാദേവനാകട്ടെ തൻ്റെ ഭൂഷണത്തിന് നാശം വരുമോ എന്ന് ഭയന്നു എന്നാ. വാസുകിയാണല്ലോ അദ്ദേഹം കഴുത്തിൽ മാല പോലെ ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിന് നാശമുണ്ടാകുമോ എന്ന് ഭയന്ന് ശങ്കിച്ചുകൊണ്ട് ഭവാനിയെ ചുഴന്നു നോക്കുന്നു മഹാദേവൻ. എഴുത്തച്ഛൻ്റെ വാക്കുകളാ. ഈ 7 ലോകങ്ങളും സമന്തം മുഴങ്ങുന്നു. ബ്രഹ്മദേവൻ ചെവി പാർക്കുന്നു. എപ്പോഴും പള്ളിയുറക്കത്തിലുള്ള സാക്ഷാൽ മഹാവിഷ്ണു ആ ഉറക്കമൊക്കെ ഉണരുന്നു. നാരായണ, എത്രയും വിസ്മയമാണ് ഈ കാര്യങ്ങളൊക്കെ എന്ന്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ദിവസം ആ സർപ്പസത്രത്തിലോ എന്ന് പറയുന്ന കഥാഭാഗത്തിൽ ശ്രവിക്കുന്നത്. അതിൻ്റെ തുടർച്ച നമുക്ക് അടുത്ത ദിവസത്തിൽ കേൾക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണ പാദാരവിന്ദാർപ്പണമസ്തു.